പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഒരു ഓണക്കാല കഥ കേൾക്കൂ. ഡിസൈനർ ഓണക്കുപ്പായം. ഉണ്ണിക്കുട്ടാ, ഓണക്കോടി ഉടുത്ത് മൈതാനത്തേക്ക് പോകണ്ട. ഓടി ചളി തെറിച്ചാൽ ഉടുപ്പിൻ്റെ ഭംഗിയെല്ലാം പോകും. വൈകുന്നേരം മത്സരത്തിൽ പങ്കെടുക്കാനുള്ളതാണ്. ഉണ്ണി മുയലിനോട് അമ്മ പറഞ്ഞു. ഓണക്കോടി ഉടുത്തിട്ടോടി നടക്കണ്ട ഉണ്ണി, ചെളിപിളിയാകും മൈതാനത്ത്, പാഞ്ഞു നടന്നാൽ പണി കിട്ടും. വെറുതെ ഓടി നടക്കണ്ട. ഇല്ലമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം എന്നു പറഞ്ഞ് നല്ല ഉടുപ്പുമിട്ട് മുയലുണ്ണി കൂട്ടുകാരുടെ അരികിലേക്ക് ഓടി. ഉണ്ണി മൈതാനത്ത് ഓണക്കളികൾ കളിച്ച് രസിക്കുന്നതിനിടയിൽ കുസൃതിയായ ചിന്നൻ മുയൽ മുയലുണ്ണിയുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചു. വൈകുന്നേരം നടക്കുന്ന ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ളതായിരുന്നു മുയലുണ്ണിക്ക്. അവൻ്റെ പ്രധാന എതിരാളിയായ ചിന്നൻ മനഃപൂർവ്വം ചെളി തെറിപ്പിച്ചതാണ്. അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് മാളത്തിലേക്ക് ഓടി. അമ്മേ അമ്മേ എന്നമ്മേ, പൊന്നോണക്കുപ്പായം ചെളിപിളിയായി, എങ്ങനെ ഞാനിനി വൈകിട്ട് മത്സരവേദിയിലെത്തിയിടും. അമ്മ ആദ്യം സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് മനസ്സിൽ തോന്നിയ ഒരു സൂത്രം ഉണ്ണിക്കുട്ടനോട് മാത്രം പറഞ്ഞു കൊടുത്തു. വൈകുന്നേരം കാനന മൈതാനിയിലെ കൊച്ചാലിൻ ചുവട്ടിൽ നടക്കുന്ന സൗന്ദര്യ മത്സരത്തിന് മുയലുകൾ വരിവരിയായി എത്തിച്ചേർന്നു. വെള്ളയുടുപ്പുണ്ട്, പുള്ളിയുടുപ്പുണ്ട്, തങ്കക്കസവുള്ള കുപ്പായവും, അങ്ങനെ പല പല കുപ്പായങ്ങൾ മെയിലണിഞ്ഞ മുയൽക്കുട്ടന്മാർ കൊച്ചാലിൻ ചോട്ടിലെ വേദിയിലായി എത്തി വരി വരിയായിട്ടിപ്പോൾ. ഓരോരുത്തരുടെയും കുപ്പായങ്ങളും പകിട്ടുകളും പത്രാസും കണ്ട് മുയലുണ്ണി സങ്കടപ്പെട്ടു. അവർ ഓരോരുത്തരും മത്സരിച്ച് വേദിയിലെത്തി. ഏറ്റവും ഒടുവിലായിട്ടാണ് നമ്മുടെ കഥാനായകൻ മടിച്ചു നാണിച്ചു വേദിയിലെത്തിയത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മത്സരഫലം പ്രഖ്യാപിച്ചു. വർണ്ണപ്പകിട്ടുള്ള കുപ്പായങ്ങൾ എല്ലാം അണിഞ്ഞ മിടുമിടുക്കൻ സമ്മാനം വാങ്ങി വരുന്ന കണ്ട് ഉണ്ണി മുയലിനു സങ്കടമായി. ഓരോരുത്തരുടെയും സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കേട്ടു. ഏറ്റവും ഒടുവിലാണ് വിധികർത്താക്കൾ പ്രഖ്യാപിച്ചത്. ഈ വർഷത്തെ ഏറെ വ്യത്യസ്തമായ ഡിസൈനർ കുപ്പായത്തിനുള്ള പുരസ്കാരം മുയലുണ്ണിക്ക് നൽകുകയാണ്. ഡിസൈനർ ഫാഷൻസ് നൽകുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ഒരു വർഷത്തേക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ഏറ്റവും മികച്ച വസ്ത്രം ഡിസൈൻ ചെയ്ത മുയലുണ്ണിയുടെ അമ്മയ്ക്കുമുണ്ട് സമ്മാനം. വെള്ള നിറമുള്ള ഉടുപ്പിൽ ചന്ദന നിറം കൊണ്ട് വ്യത്യസ്തമായ ചിത്രപ്പണികൾ ചെയ്ത് മനോഹരമാക്കിയ കുപ്പായം അണിഞ്ഞെത്തിയ പി മുയലുണ്ണി വേദിയിൽ എത്തിച്ചേരുക. അത്ഭുതവും സന്തോഷവും സങ്കടവും കൊണ്ട് കണ്ണു നിറഞ്ഞുപോയ മുയലുണ്ണി വേദിയിലെത്തി സമ്മാനം വാങ്ങി. ഏതെങ്കിലും വിധത്തിൽ 3ാം സ്ഥാനമോ മറ്റോ പ്രതീക്ഷിച്ച മുയലിന് അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനം ഏവരെയും ഞെട്ടിച്ചു. സമ്മാനം വാങ്ങിയ ശേഷം മുയലുണ്ണി ചിന്നൻ മുയലിൻ്റെ അരികിലെത്തി. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നെ ദ്രോഹിക്കാനായി ചെയ്തതാണെങ്കിലും നീ ചെയ്ത വിദ്യയാണ് എനിക്ക് സമ്മാനം നേടിത്തന്നത്. അതുകൊണ്ട് നിന്നോട് പ്രത്യേകം നന്ദി പറയുന്നു.